ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തല്ല, ഈ ഇത്രയും വലിയ കണ്ണൂർ ജയില് പറഞ്ഞ വലിയ ഒരു ജയിലാണ്. ആ ജയിൽ ഇവനെ എങ്ങനെ എടുത്ത് ചാടി? ഇവനൊരു സപ്പോർട്ട് ഒരാളില്ലാതെ ഇവൻ അത് ചെയ്യില്ല. ഈ ഇത്രയും വലിയൊരു ജയിലിൽ നിന്ന് ഇവൻ എടുത്ത് ചാടണമെങ്കിൽ അതിനൊരാളില്ലാതെ ഒരിക്കലും അവനതിന് കഴിയില്ല. 15 കൊല്ലായി. അപ്പൊ അത് ഇതിൻ്റെ ഉള്ളിൽ ആരോ അവന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇവൻ ഈ ജയിലിൽ ചാടിയത്. അല്ലാതെ ഈ ഇത്രയും വലിയൊരു മതില് ഈ ഒരു ഒറ്റക്കൈക്കാരനല്ലേ, എന്ത് വന്നാലും ഒരു ഒറ്റക്കൈക്കാരനല്ലേ. അവൻ ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാടണം, ഇത്തിരി പണിയുണ്ട് അവൻ. അവനൊരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവൻ എത്ര പെട്ടെന്ന് അതിനുള്ളത് പിടിച്ചിട്ടില്ല. അവന് കണ്ണൂർ വിടാനുള്ള സമയം അവനായിട്ടില്ല. ഗോവിന്ദസ്വാമി കറുത്ത പാന്റും കറുത്ത ഷർട്ടും ഇട്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ സമയത്ത് ആദ്യം ആർക്കും തന്നെ തിരിച്ചറിയാൻ കഴിയില്ലെന്നൊരു ആത്മവിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ ആത്മവിശ്വാസത്തെ ചില ആളുകൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഓടാൻ ഇയാൾ തയ്യാറാകുന്നത്. ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ദൂരത്തിനടുത്തെങ്കിലും സെൻട്രൽ ജയിലിൽ നിന്ന് ഇവിടം വരെ നടന്നായിരിക്കണം വന്നിരിക്കുന്നത്. നടന്നോ ഓടിയോ എത്തിയിരിക്കണം. കാൽനടയോ എത്തിയുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം പോലീസ് വന്നത് അങ്ങനെയാണ്. ഈ നായ വന്ന വഴികൾ ഏതാണ്ട് ഇതേ വഴിയിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതുവഴി കടന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എത്ര കൂളായിട്ടാണ് അയാൾ നടന്നു പോകുന്നതെന്ന് നോക്കൂ. ചേരുകയാണ് വിനോജ്. എങ്ങനെയാണ് വിനോജ് ഇത് അറിഞ്ഞത്? എപ്പോഴാണ് കണ്ടത്? എന്തുകൊണ്ട്, എങ്ങനെയാണ് സംശയം തോന്നിയത്? ഹലോ, ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് ഓഫീസിന്റെ അടുത്ത് എത്താനായപ്പോൾ കണ്ണൂർ ബൈപ്പാസ് റോഡിലാണ് എൻ്റെ ഓഫീസുള്ളത്. കളാപ്പിലാണ്, ഇന്തൽമണിയിലാണ്. അപ്പോൾ ഓഫീസിലേക്ക് പോണ വഴിക്ക് റോഡിന്റെ ഇടത് സൈഡ് ചേർന്നിട്ട് ഒരാൾ വളരെ സ്പീഡ് കുറച്ച് നടന്നു പോകുന്നതുകൊണ്ട് ആള് പാൻസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു കള്ളി ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് ഒരു കയ്യിലെന്തോ വേസ്റ്റ് മാതിരി ഒരു തുണി തലയിൽ വെച്ചിട്ട് അതിനുള്ളിലേക്ക് കൈ രണ്ടും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ രാവിലെ ന്യൂസും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ വെറുതെ സംശയം തോന്നി. ഞാൻ വണ്ടി സ്ലോ ആക്കി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉടനെ തന്നെ ഞാൻ സ്കൂട്ടർ തിരിച്ചിട്ട് ഞാൻ അപ്പൊ സഹായത്തിന് വേറൊരാളെയും കൂടെ പെട്ടെന്ന് കൂട്ടി, ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, അയാളെയും കൂടെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു 15 മീറ്ററോളം ഞങ്ങൾ വന്നു. 15 മീറ്ററോളം വന്നു കഴിഞ്ഞിട്ട് സ്കൂട്ടർ നിർത്തിയിട്ട് ഇവരെ വിളിച്ചു, എടാന്ന് വിളിച്ചു. പെട്ടെന്ന് റോഡ് വന്ന് ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് എടാ ഗോവിന്ദസ്വാമി ഒച്ച വിളിക്കും. ആൾ ഉടനെ തന്നെ ഈ വേസ്റ്റും കയ്യിൽ പിടിച്ചിട്ട് ആൾ ഓടി തൊട്ടപ്പുറം വലിയൊരു മതിലാണ്, കാടുള്ള ആ മതിലിലേക്ക് എടുത്തു ചാടി പോവാണ് ചെയ്തത്. ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്തു. ഉടനെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഉടനെ പോലീസ് എത്തിയിട്ടുണ്ട്. എത്തി ഇവിടെ ഇപ്പം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.